ഈ ചൂട് കാലത്ത് ശരീരത്തിന് നല്ല തണുപ്പ് നൽകാൻ നമ്മൾ പലതരം ഡ്രിങ്കുകൾ കുടിക്കാറുണ്ടല്ലേ. എന്നാൽ ശരീരത്തിന് നല്ല തണുപ്പും ഒപ്പം തളർച്ച മാറ്റി സൂപ്പർ എനർജിയും തരുന്ന ഒരു നാടൻ ഹെൽത്തി ഡ്രിങ്ക് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയാലോ. അതും നമ്മുടെ അടുക്കളയിലുള്ള ചെറുപയർ വെച്ചിട്ട് നമുക്കിന്ന് നല്ലൊരു ഹെൽത്തി ഡ്രിങ്ക് തയ്യാറാക്കാം. ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒന്നും പറയാനില്ല, നല്ല അടിപൊളി ടേസ്റ്റാണ്. ഏത് പ്രായക്കാർക്കും കുടിക്കാൻ പറ്റിയതാണ്. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും ഈ ഒരു ഡ്രിങ്ക്. അപ്പോൾ ഈ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കാനായിട്ടുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് ആണ് ഞാനിവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. ഇനി നമ്മൾക്ക് ഈ ഒരു ഡ്രിങ്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ ഒരു പാനിലേക്ക് 1 കപ്പ് അളവിലാണ് ഞാനിവിടെ ചെറുപയർ എടുത്തിരിക്കുന്നത്. ഈ ചെറുപയർ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് തീ നന്നായിട്ട് കുറച്ചിട്ടിട്ട് വേണം ഈ ഒരു പയർ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. നിങ്ങൾ തീ കൂട്ടിയിട്ടിട്ട് പെട്ടെന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് നോക്കരുത്. ലോ ഫ്ലെയിമിലിട്ട് ഒരു 5 മിനിറ്റ് ടൈം എടുക്കും ഇതൊന്ന് ഫ്രൈ ആയി കിട്ടാനായിട്ട്. ഈ ഒരു ഡ്രിങ്ക് നമുക്ക് രാവിലെ വെറും വയറ്റിലോ അല്ലെങ്കിൽ നല്ല ക്ഷീണം തോന്നുമ്പോഴോ കുടിക്കാൻ പറ്റിയതാണ്. ഇതിലടങ്ങിയിരിക്കുന്ന കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും ശരീരത്തിന് പെട്ടെന്ന് ഊർജ്ജം നൽകുന്നു. ഈ വേനൽക്കാലത്ത് നമ്മുടെ ശരീരത്തെ തണുപ്പിക്കാനുള്ള പ്രത്യേക കഴിവ് തന്നെയാണ് ചെറുപയറിനുള്ളത്. കൂടാതെ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഇരുമ്പ്, ഫൈബർ, വൈറ്റാമിൻ ബി എന്നിവ ധാരാളം അടങ്ങിയിട്ടുണ്ട്. തടി കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കുടിക്കാൻ പറ്റിയ ഡ്രിങ്കാണ്. അതുപോലെ തന്നെ നല്ല തിളക്കമുള്ള ചർമ്മത്തിനും മുടി നന്നായി കിളുക്കുന്നതിനും ഒക്കെ ഈ ഒരു ഡ്രിങ്ക് നന്നായിട്ട് സഹായിക്കുന്നതാണ്. ഇതുകൂടാതെ തന്നെ നമ്മുടെ പ്രായമാകുന്ന ആ ലക്ഷണങ്ങളൊക്കെ ഒന്ന് മാറ്റാനും ഈ ഒരു ഡ്രിങ്ക് കുടിച്ചാൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ ചെറുപയറൊക്കെ നന്നായിട്ട് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ മതി കേട്ടോ. ലോ ഫ്ലെയിമിലിട്ട് ഞാനിവിടെ ഒരു 5 മിനിറ്റ് എടുത്ത് ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം, നന്നായിട്ടൊന്ന് തണുക്കട്ടെ. ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള ഈ ഒരു ഡ്രിങ്ക് എന്തായാലും നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. ഇനിയിപ്പോൾ നമ്മൾ നന്നായിട്ട് തണുത്തതിന് ശേഷം ഈ ചെറുപയർ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ചെറുപയറിനൊപ്പം തന്നെ നമ്മൾ കുറച്ച് തേങ്ങാക്കൊത്ത് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൂടെ ചേർത്ത് കൊടുക്കാം. തേങ്ങാക്കൊത്ത് കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇതിന് പകരം കുറച്ച് ചിരുകിയ തേങ്ങ ഒരു 4-5 ടേബിൾ സ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്താലും മതി. പിന്നെ നല്ലൊരു ഫ്ലേവർ കിട്ടുന്നതിന് വേണ്ടി 2 ഏലക്കായും ചേർത്ത് കൊടുത്തു. ഇതിൻ്റെ കൂടെ തന്നെ 2 മണിക്കൂർ കുതിർത്തെടുത്ത് വെച്ചിരിക്കുന്ന 10 ബദാമും 10 പിസ്തയും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 നുള്ളി ഉപ്പുകൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് കുറച്ച് കാഷ്യൂ നട്ട്സും കൂടെ കുതിർത്ത് ചേർത്ത് കൊടുക്കാവേ. എന്നിട്ട് നമുക്കിതിലേക്ക് ഒരല്പം വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തതിന് ശേഷം 1 ഗ്ലാസ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. അരച്ചെടുത്തതിന് ശേഷം ഇതുപോലെ ഒരു അരിപ്പ വെച്ച് നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. നന്നായിട്ട് ഒരു തവി ഉപയോഗിച്ചാണെങ്കിൽ പോലും ഇങ്ങനെയൊന്ന് നല്ലതുപോലെ പ്രസ് ചെയ്തിട്ട് വേണം ആ ഒരു ജ്യൂസ് നമുക്ക് എടുക്കാനായിട്ട്. ആദ്യം കുറച്ചേ കിട്ടത്തുള്ളൂ. ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുത്തതിന് ശേഷം ബാക്കിയുള്ളത് നമുക്ക് വീണ്ടും മിക്സിയുടെ ജാറിലേക്ക് ഒന്നിട്ട് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ആദ്യം നമ്മളൊന്ന് നന്നായിട്ടൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതിട്ടതിന് ശേഷം ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് വീണ്ടും നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കണം. ഇങ്ങനെ ഒരു 2-3 പ്രാവശ്യം ചെയ്യണം കേട്ടോ. ഞാനിവിടെ ഒരു 3 പ്രാവശ്യം ഇതുപോലെ നന്നായിട്ട് അരിപ്പയിൽ ഒഴിച്ചിട്ട് നന്നായിട്ട് അരിച്ചെടുത്തു. അത് കഴിഞ്ഞിട്ട് വീണ്ടും ആ കിട്ടിയ ബാക്കി ഉണ്ടല്ലോ നമ്മൾ ഈ അരിച്ചതിന് ശേഷമുള്ളത്, അത് വീണ്ടും മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തു. അങ്ങനെ ഒരു 3 പ്രാവശ്യം ചെയ്തപ്പോഴാണ് നന്നായിട്ട് അതിലെ ആ ഒരു ജ്യൂസൊക്കെ കിട്ടിയതും. ബാക്കി കുറച്ച് മാത്രമേ നമുക്ക് വേസ്റ്റായിട്ട് വന്നിട്ടുള്ളൂ. അപ്പോൾ ഒരു 2-3 പ്രാവശ്യം നിങ്ങൾ ഇതുപോലെ ചെയ്തെടുക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് തയ്യാറാക്കാനായിട്ട് കഴിയുകയുള്ളൂ. അപ്പോൾ എല്ലാം നമ്മളൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. ഇതാണ് ലാസ്റ്റ് ഞാൻ എടുത്തിരിക്കുന്നത്. 5 ഗ്ലാസ് വെള്ളമാണ് നമ്മളിത് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. ചെറിയ ഗ്ലാസ്സിന് 5 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്, വലിയ ഗ്ലാസ്സൊന്നുമല്ല. അപ്പോൾ നമ്മൾ ലാസ്റ്റിലത്തെ എല്ലാം അരിച്ചെടുത്ത് നമുക്ക് വേസ്റ്റായിട്ട് വന്നിരിക്കുന്നത് ഇത്രയും മാത്രമേ ഉള്ളൂ കേട്ടോ. വളരെ കുറച്ച് മാത്രമേ. ഇനി നമുക്ക് ഇതൊന്നും അരയ്ക്കേണ്ട കാര്യമൊന്നുമില്ല, അതങ്ങ് മാറ്റി വെക്കാം. അങ്ങനെ നമ്മുടെ ഹെൽത്തി ഡ്രിങ്ക് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെയാണ് ഇരിക്കുന്നത്. നമ്മുടെ ഈ ഒരു ഡ്രിങ്കിന് ഒരല്പം മധുരം കൂടി വേണം. അതിനായിട്ട് ഞാനിവിടെ പൊടിച്ച ശർക്കരയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ശർക്കരയില്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി എടുത്തിട്ടുണ്ട്. ഒരുപാട് മധുരം വേണ്ട കേട്ടോ. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ അളവിലേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. കൂടുതൽ വേണമെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഡ്രിങ്കിനകത്ത് മധുരമൊക്കെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി എടുത്തിട്ടുണ്ട്. വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഇനി നമുക്കിതൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റി ഒഴിച്ച് കൊടുക്കാനായിട്ട് പോവുകയാണേ. ഈ ഒരു ഡ്രിങ്ക് വേണമെങ്കിൽ 1 പ്രാവശ്യം കൂടി അരിച്ചെടുക്കാം. ലാസ്റ്റിൽ നമുക്ക് ഒന്നുകൂടി ഒന്ന് അരിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ എടുക്കാം കേട്ടോ. ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല. കാര്യം ഈ ചെറുപയറിൻ്റെ ചെറിയ പൊടിയായിട്ടുള്ള തരിതരിയൊക്കെ ഉണ്ട് കേട്ടോ. അതൊന്നും കളയണ്ട, അതൊക്കെ നമ്മുടെ ശരീര ആരോഗ്യത്തിന് നല്ലതാണ്. അതുകൊണ്ട് ഞാനതൊന്നും കളയുന്നില്ല കേട്ടോ. വീണ്ടും അരിക്കുന്നില്ല, ഇങ്ങനെ തന്നെ അങ്ങ് കുടിക്കാനായിട്ട് എടുക്കുകയാണ്. പിന്നെ കുറച്ച് ചിയാ സീഡൊക്കെ ഒന്ന് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഐസ് ക്യൂബ് കൂടി ചേർത്ത് കൊടുക്കാം. വേണമെങ്കിൽ നല്ലൊരു തണുപ്പ് കിട്ടണമല്ലോ, അതിന് വേണ്ടിയിട്ട് ഐസ്
ക്യൂബ് കൂടെ ചേർത്ത് കൊടുക്കാം. ചെറുപയറിന് നല്ല തണുപ്പുണ്ട്, എന്നാലും കുടിക്കുന്ന സമയത്ത് ഒരു തണുപ്പ് കിട്ടണമെങ്കിൽ കുറച്ച് ഐസ് ക്യൂബ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി എടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ചെറുപയർ കൊണ്ടുണ്ടാക്കിയ നല്ല ഹെൽത്തി ഡ്രിങ്ക്. അപ്പോൾ നമ്മളിത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഉണ്ടാക്കിയ ഈ ഒരു ഡ്രിങ്ക് വലിയൊരു ഗ്ലാസ്സാണ് കേട്ടോ. ഒരെണ്ണമല്ല 2 ഗ്ലാസ് ഉണ്ട്. ആ 2 ഗ്ലാസ് നിറച്ച് ഡ്രിങ്കാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. വേണമെങ്കിൽ കുറച്ച് നട്ട്സൊക്കെ ഒന്ന് പൊടിച്ച് ഇതിൻ്റെ മുകളിലേക്കൊക്കെ ഇട്ട് കൊടുത്ത് അങ്ങനെ വേണമെങ്കിലും തയ്യാറാക്കാം. ഞാനിവിടെ നട്ട്സ് നമ്മൾ ചേർത്ത് അരച്ചിരിക്കുന്നത് കൊണ്ട് ഇതിലേക്ക് പ്രത്യേകിച്ച് വീണ്ടും ചേർത്ത് കൊടുക്കുന്നില്ല. അങ്ങനെ നമ്മുടെ ഹെൽത്തി ഡ്രിങ്ക് എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം. പിന്നെ മറക്കാതെ നിങ്ങളുടെ കമൻറ്റുകളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. അപ്പോൾ ഇതുപോലെയുള്ള ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോയുമായിട്ട് പെട്ടെന്ന് തന്നെ വരുന്നതാണ്. വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്